2025 ആദ്യ 6 മാസക്കാലത്തെ അണ്ടർ റേറ്റഡ് സിനിമകളുടെ ലിസ്റ്റ് ഇതിനോടകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 6 മാസത്തിലെ തിയേറ്ററുകളിൽ അധികം ശ്രദ്ധ നേടാതെ പോയ, വിജയിക്കാതെ പോയ കുറച്ച് നല്ല സിനിമകളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചിത്രം സെന്ന ഹെഗ്ഡെയുടെ സംവിധാനത്തിൽ വന്ന അവിഹിതം. ഒരവിഹിതം അന്വേഷിച്ചുള്ള യാത്രയും അതിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടവുമൊക്കെ ആണുങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ കാണിച്ചു തരികയാണ് ചിത്രം. രണ്ടാമത്തെ ചിത്രം ബിപിൻ കൃഷ്ണയുടെ സംവിധാനത്തിൽ വന്ന റംസാൻ. ഗൗരി കിഷൻ, ബാബു ആന്റണി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സാഹസം. ഒരു കയോട്ടിക് സിറ്റുവേഷൻ വളരെ രസകരമായി ഹാൻഡിൽ ചെയ്ത് ഒരു ഫൺ റൈഡിന് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു ഡീസന്റ് വാച്ച്. മൂന്നാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. പൊന്നാനിയിൽ കടൽ തീരത്ത് ഭർത്താവിൻ്റെയും മക്കളുടെയും അമ്മായിമ്മയുടെയും കൂടെ താമസിക്കുന്ന ഫാത്തിമ. പുതിയ ഒരു മെത്ത വാങ്ങാൻ വേണ്ടിയുള്ള ഫാത്തിമയുടെ പരിശ്രമവും അതിലവൾ നേരിടേണ്ടി വരുന്ന വിശ്വാസങ്ങളുടെയും പഴയ ചിന്താഗതികളുടെയും പേരിലുണ്ടാകുന്ന തടസ്സങ്ങളുമൊക്കെ നർമ്മത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള കഥാപറച്ചിൽ. പടം കണ്ടതിന് ശേഷവും ഉള്ളിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളും കൂടിയാകുമ്പോൾ ഗംഭീര സിനിമാ അനുഭവം സമ്മാനിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. 4. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഒരു മരണ വീടും അവിടെ ഉണ്ടാകുന്ന രസകരമായ ചില സംഭവങ്ങളും അതേ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു നല്ല സിനിമ. കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള പല കാഴ്ചകളും ഈ 2 മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. സ്റ്റാർ വാല്യൂ ഉള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെ വിജയമർഹിക്കുന്ന എല്ലാ നല്ല സിനിമകളും തിയേറ്ററുകളിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.